ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരമാവുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ബാത്റൂമിലെ ടോയ്ലറ്റ് സീറ്റുകളും അതേപോലെ തന്നെ ഫ്ലഷ് ടാങ്കും ഒക്കെ ഇതേപോലെ കറുത്ത പാടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കാനുള്ള ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ബാത്റൂമിലെ ടൈലുകളൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ സോപ്പോ ഉരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കാനുള്ള ടിപ്പൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലീച്ചിങ് പൗഡറാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ കറുപ്പ് കളറിൽ കറ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നനച്ചെടുത്തിട്ടുള്ള ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു സ്ക്രബ്ബർ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ എത്തുന്ന രീതിയിൽ ഒന്ന് പരത്തി തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് ഭാഗവും നമ്മൾ ഇതേപോലെ ബ്ലീച്ചിങ് പൗഡർ തേച്ച് വെക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പം തന്നെ നമ്മുടെ ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു അടിഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കറുപ്പൊക്കെ തന്നാൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഉരച്ചിട്ടൊന്നുമില്ല, ഒന്ന് പരത്തി കൊടുത്തിട്ട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഉരച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഉരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മുടെ കട്ടിംഗ് ബോർഡ് വളരെ ഈസി ആയിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കട്ടിംഗ് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ മാത്രം മതി. അപ്പോൾ സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും കട്ടിംഗ് ബോർഡൊക്കെ ഇനി ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ടൈൽസിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ ഒരു കറുത്ത പാടുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കറുത്ത പാടുകളൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കാതെ തന്നെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈലൊന്ന് ആദ്യം ഒന്ന് നനച്ചിടാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഇതേപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ടൈലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് മെല്ലെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരയ്ക്കുന്നൊന്നുമില്ല, എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന നീളത്തിലുള്ള രണ്ട് ടൈൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടൈല് മാത്രം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പം നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇടാത്ത ആ ടൈലിൽ കറുത്ത പാടുകൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുള്ള ആ ടൈലിലുള്ള കറുത്ത കുത്തുകളൊക്കെ പോയി വന്നിട്ടുണ്ട്. നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചാലും മതി. കംപ്ലീറ്റ് ആ ഒരു ബ്ലാക്ക് ഡോട്ടുകളൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ടൈൽസിൽ കറകളോ അതേപോലെ എളുപ്പത്തിൽ കഴുകിയെടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഇട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഉരച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ബാത്റൂം കഴുകണമെങ്കിലും അതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കഴുകി കിട്ടണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ബാത്റൂം കഴുകിയാൽ മതി. അപ്പം ബാത്റൂം കഴുകാൻ മടിയുള്ളവർക്കൊക്കെ ഇതേപോലെ ബ്ലീച്ചിങ് പൗഡർ ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വെള്ളം ഒഴിച്ചാലും മതിയാകും.
അപ്പോൾ കുറേ ഒന്നും തേച്ചുരച്ച് കഴുകാൻ നിൽക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ടൈൽസുകളൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കൊക്കെ കുറച്ച് പഴക്കം ചെന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറുത്ത കുത്തുകളും പുള്ളികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനും നമ്മൾ ബ്ലീച്ചിങ് പൗഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പുതിയ ഫ്ലഷ് ടാങ്കിലൊന്നും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പാടില്ല. കുറച്ച് പഴക്കം ചെന്ന് ഇതേപോലെ കറുത്ത കുത്തുകളൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫ്ലഷ് ടാങ്ക് ഒന്ന് നനച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തി തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു ഫ്ലഷ് ടാങ്കൊക്കെ അത്യാവശ്യം പഴക്കം ചെന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കറുത്ത ആ ഒരു പൂപ്പലൊക്കെ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബ്ലീച്ചിങ് പൗഡർ ഇട്ടതിന് ശേഷം നമ്മളൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഉരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് പുതിയ ഫ്ലഷ് ടാങ്കിൽ ഒരിക്കലും ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും വെച്ചിട്ട് ഉരയ്ക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ കഴുകുന്ന സമയത്ത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ നമുക്ക് ബാത്റൂമൊക്കെ കഴുകിയെടുക്കാൻ കഴിയും. ഒരുപാട് ഉരയ്ക്കേണ്ട സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇനി ബാത്റൂമൊക്കെ കഴുകുമ്പോൾ ഈ ഒരു ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള ഇൻ്റർലോക്കൊക്കെ ഇതേപോലെ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉരച്ച് കഴുകൊന്നും വേണ്ട. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അധികമൊന്നും ബലം പ്രയോഗിക്കുന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ പൂപ്പലും ഇതേപോലെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്ത് തീർക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ മുറ്റമായാലും ബാത്റൂം ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബാത്റൂമിലെ ബക്കറ്റും മഗ്ഗും ഒക്കെ നമുക്ക് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും. ഇനി നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി ഒരിക്കലെങ്കിലും ഒന്ന് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.